ഹലോ ഓൾ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് ഈവനിങ് മാം, കേൾക്കാം. ഓക്കെ. നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. കുറച്ചുകൂടെ ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ മാം. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ മാം. ഈ ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ പിന്നെ SLM കിട്ടിയോ? ഇല്ല മാഡം, കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ല? ഇല്ല. നമ്മളിവിടെ അന്വേഷിച്ചപ്പോ സാറ്റർഡേ ഇവിടുന്ന് പിന്നെ LSCകളിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവര് പറഞ്ഞു 15-നുള്ളിൽ ബുക്സ് എത്തുന്നാ പറഞ്ഞു. കിട്ടും എന്നാണ്. ഓക്കെ. അപ്പൊ ഇവിടെന്ന് സാറ്റർഡേ തന്നെ പിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് LSCയിലേക്ക് അയച്ചെന്നാണ് ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫാക്കൽറ്റീസ് പോയി അന്വേഷിച്ചപ്പോഴേ SLM വിങ്ങിൽ പോയി ചോദിച്ചപ്പോൾ അവർ അറിയിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ കയ്യിൽ ബുക്ക് കിട്ടും. ഇത് ഫ്ലിപ്പ് മാത്രം ആകുമ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാഡം. ഫോണില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടാണ്, അത് അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിതൊന്ന് നോക്കിയിട്ട് ഒന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അത് ടെക്സ്റ്റ് ബുക്കായിട്ട് മുമ്പിൽ വെക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പറ്റില്ല. അതെ അതെ അതെ, നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഞങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്യാൻ കൺസേൺസ് വേണ്ടിയിട്ടായാലും നമുക്ക് ഫ്ലിപ്പ് ബുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര കംഫർട്ടബിൾ നമ്മൾ അല്ല. ഇങ്ങനെയുള്ള കൺസേൺസ് ഫസ്റ്റ് തന്നെ അറിയിച്ചതാണ്. സെമ്മ് തുടങ്ങുന്നതിന് പറഞ്ഞോളൂ. മുമ്പാണ് ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, ഇതൊന്ന് അടുത്ത സെമ്മിലെങ്ങും ചെയ്യണം എന്ന് പറഞ്ഞതാ. ഓക്കെ. എന്തായാലും ഉടനെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് കിട്ടും എന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഞങ്ങൾ എന്തായാലും നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ട് അവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അയച്ചു എന്നാണ് പറഞ്ഞത്. പറ്റിയതെല്ലാം അയച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ LSCയിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി അത് വന്നിട്ടുണ്ടോ. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങളെ വിളിക്കുമല്ലോ അല്ലേ? ടെക്സ്റ്റ് എത്തുമ്പോൾ LSCയിലേക്ക് എത്തിയ ഉടനെ അവര് നമുക്ക് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yes, ma'am. എല്ലാവരും വരുന്ന എല്ലാവരും ആയില്ലേ? തുടങ്ങാം മാഡം. ഇവിടെയൊക്കെ നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. കറണ്ട് അപ്പൊ ബുദ്ധിമുട്ട് ഉണ്ടല്ലേ? ഇവിടെ കറണ്ട്, ഞാൻ കൊല്ലത്താണ്, അവിടെ ഇപ്പൊ കറണ്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ, ബ്ലോക്ക് 5 പഠിപ്പിച്ചപ്പോ ബ്ലോക്ക് 5ന്റെ യൂണിറ്റ് 1 സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ യൂണിറ്റ് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 5 നിങ്ങൾ യൂണിറ്റ് 1 എന്താണ് ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ റൂറൽ സൊസൈറ്റി അല്ലേ പഠിച്ചത്. ഇനി നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. ഓക്കെ, എന്താണ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. നമ്മൾ പലരും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞാല്?
ഗ്രാമീണ ഗ്രാമീണ വികസന മേഖലയിലെ പദ്ധതികൾ എന്നൊക്കെ ജനങ്ങളുടെ പലതും. ഗ്രാമീണ മേഖല ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഉള്ള പ്രവർത്തനങ്ങൾ. പദ്ധതികൾ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾസ് ഒന്ന് പറയാൻ പറ്റുമോ? കുടുംബശ്രീ. വെരി ഗുഡ്. പിന്നെ കുടുംബശ്രീ നമ്മുടെ ദേശീയ ആരോഗ്യ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇല്ലേ, MGNREGA, അതെല്ലാം ഇതിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞാൽ എന്നല്ല വെറുതെ റോഡുകൾ മാത്രം കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ബിൽഡിങ്ങുകൾ മാത്രം അവിടെ കെട്ടിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പക്ഷെ എന്താണ്, അവർക്ക് നമ്മൾ എൻഷുർ ഡിഗ്നിറ്റി, അല്ലെ, ഒരു ഡിഗ്നിറ്റി, ഇക്വിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. കാരണം എല്ലാവർക്കും നമ്മൾ വളരെ അഭിമാനത്തോടെയും തുല്യതയോടു കൂടിയും അവസര സമത്വത്തോടെയൊക്കെ ജീവിക്കാനുള്ള ഒരു പിന്നെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് റൂറൽ ഡെവലപ്മെന്റിന് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 2/3 വിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല അല്ലേ. എൻ്റെ പേര് ഫൗസിയ ഷുക്കൂർ എന്നാണ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം അധ്യാപികയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് എൻവയോൺമെന്റിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു മാഡം, ഒരു ക്ലാസ് മാറ്റി കിട്ടിയിട്ടുണ്ട് മാഡം. ഉണ്ടായിരുന്നു ഒരു ക്ലാസ്. ഓക്കെ. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്രിട്ടിക്കൽ കോമ്പോണന്റ് ഓഫ് അച്ചീവിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റബിൾ പ്രോഗ്രസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മളൊരു പ്രോഗ്രസ് നേടിയെടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അല്ലെ, എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു വളർച്ച, വികസനമൊക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അവിടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ അച്ചീവ് ചെയ്യണം. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പിന്നെ രാജ്യമാണ്, അല്ലേ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെന്ന് പറഞ്ഞാൽ അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അവിടെ കാസ്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ലാൻഡ് റിലേഷൻസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്, നമ്മുടെ കൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഡെവലപ്മെന്റ് ആസ്പെക്റ്റിലേക്ക് പോകാൻ. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല, അല്ലെ. അപ്പോൾ നമ്മളിപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെയധികം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുള്ള, അൺഎംപ്ലോയ്മെന്റ് ഒരുപാടുള്ള, കർഷക മേഖലയിലാണ് ഒരുപാട് പിന്നെ റൂറൽ മേഖലയിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ജോബ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ അഗ്രികൾച്ചറിന് തന്നെ വളർച്ച വളരെ മികച്ചതല്ലാത്ത വളർച്ചയുള്ള, അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ ഗവൺമെന്റ് കുറേയധികം പദ്ധതികൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതേപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദീസ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിഡക്ഷൻ ഓഫ് റൂറൽ പോവർട്ടി, അല്ലെ, ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുക. 2 പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 3 ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക. അടുത്തത് 4 പറയുന്നത് റീജിയണൽ ഇംബാലൻസസ്, അല്ലെ. ഇപ്പം ഓരോ പ്രദേശത്തെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പം മലയോര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ത്യയിലെ വളരെ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റിലോ ഒക്കെ ഉള്ള ഒരു വികസനം ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കില്ല നമ്മളിപ്പം കേരളത്തിലുള്ളത്. അപ്പം അതേപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിനകത്തായാലും ഓരോ സ്റ്റേറ്റിനകത്തായാലും പലതരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഈ അസമത്വം നമ്മൾ ഇല്ലാതാക്കണം. നെക്സ്റ്റ് വൺ, ഹൗസിംഗ് ഫോർ ദി റൂറൽ പുവർ, അല്ലെ. പിന്നെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ആൾക്കാർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിൽ എന്ത് ചെയ്യണം? ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്തണം. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നോക്കുവാണെങ്കിൽ, ആദ്യമായിട്ട് വന്നത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്, ഏർലി കമ്മ്യൂണിറ്റി ആൻഡ് എക്സ്റ്റൻഷൻ ഫേസ്. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ വരുന്നത്. അതായത് പിന്നെ റൂറൽ പീപ്പിളിന്റെ അവരുടെ പങ്കാളിത്തത്തിലൂടെയും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയും ഉള്ള ഗ്രാമത്തിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ വന്നതാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, അല്ലെങ്കിൽ NES എന്ന് പറഞ്ഞാൽ. NES എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമങ്ങളുടെ റീകൺസ്ട്രക്ഷൻ, ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കർഷകരിലേക്ക് ഒരു ടെക്നിക്കൽ നോളജ്, ഈ ഫാർമേഴ്സ് പ്രത്യേകിച്ച് കർഷകർക്ക് ടെക്നിക്കൽ നോളജ് ഒക്കെ എത്തിക്കാനുമുള്ള ഒരു പദ്ധതിയും കൂടായിരുന്നു NES എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ആൻഡ് ഏരിയ ഡെവലപ്മെന്റ് ഫേസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് പറയുന്ന മറ്റൊരു പേരാണ് പാക്കേജ് പ്രോഗ്രാം. 1960
ഓക്കെ മാഡം ഓക്കെ. കുറച്ച് സ്പീഡ് നോക്കാം, നോട്ട്സ് ഇന്റൻസീവ് എഴുതാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എഴുതി എടുക്കുന്നുണ്ടോ? ഓക്കെ. എഴുതുന്നുണ്ട് അപ്പോ മാഡം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് 1960 നിലവിൽ വന്നതാണ്. IADP 1960. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പാക്കേജ് പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സെലക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിൽ പിന്നെ വിത്തുകൾ, അതുപോലെ തന്നെ അവർക്ക് അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ്, വായ്പാ സംവിധാനം ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ IADP എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ DPAP, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം. അതായത് വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് DPAP. 1973 DPAP വരുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മിറ്റിഗേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡ്രോട്ട്. അതായത് വരൾച്ച ബാധിച്ച പിന്നെ വരൾച്ചയുടെ ആഘാതം കുറയ്ക്കാനും അതേപോലെ തന്നെ അവിടെയുള്ള പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് DPAP 1973. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തേത് ഇന്റഗ്രേറ്റഡ് പോവർട്ടി അലീവിയേഷൻ ആൻഡ് സ്കിൽ ഫേസ്. അതായത് സംയോജിത ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പിന്നെ ഇന്റഗ്രേറ്റഡ് പോവർട്ടി അലീവിയേഷൻ ആൻഡ് സ്കിൽ ഫേസ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് 2 പ്രോജക്റ്റുകളാണ്. ഒന്ന് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1978 വന്ന ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും പിന്നെ ട്രൈസം, TRYSCM, ട്രൈസം 1979. അതായത് റൂറൽ യൂത്ത്, ഗ്രാമപ്രദേശങ്ങളിലെ പിന്നെ യുവജനങ്ങൾക്ക് പിന്നെ സ്വയം തൊഴിലിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പദ്ധതി. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, ട്രൈസം. അപ്പൊ ഇത് രണ്ടുമാണ് ഈ ഇന്റഗ്രേറ്റഡ് പോവർട്ടി അലീവിയേഷൻ ആൻഡ് സ്കിൽ ഫേസിൽ വരുന്ന പ്രോഗ്രാം, IRDPയും അതേപോലെ ട്രൈസമും. ഓക്കെ. പിന്നെ അതിനുശേഷം പിന്നെ വന്നതാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വേജ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്തിലോട്ട് വന്നു? പിന്നെ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റേജിലെത്തി. പിന്നെ നെക്സ്റ്റ് ഇസ് പോവർട്ടി അലീവിയേഷൻ. പിന്നെ അവിടെ നിന്ന് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിലിനുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ മാറി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾസ് പറയുന്നത് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. 1999 ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, SGSY. ഓക്കെ. അതായത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതൊരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് മുൻപുണ്ടായിരുന്ന പദ്ധതികളെല്ലാം ഏകോപിച്ച് സ്വയം സഹായ സംഘങ്ങളിലൂടെ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഗ്രാമീണ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. സ്പീഡ് കുറവാണല്ലോ ഇപ്പൊ അല്ലേ? അതെ അതെ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതിനെക്കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? പറഞ്ഞോളൂ. ഇത് ദാരിദ്ര്യ MGNREGA നിർമ്മാർജ്ജന കുറിച്ച് പദ്ധതിയാണ്. എത്ര ഒരു CDSന്റെ ദിവസമാണ്? 100 തൊഴിൽ ദിനങ്ങളാണ്. 100 തൊഴിൽ ദിനങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. അവർക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനമാണ് നൽകുന്നുള്ളത്. പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ADSന്റെ കീഴിൽ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ജോലിക്ക് അപേക്ഷിക്കണം. ഇത് വെറുതെ നമുക്ക് ഇന്ന ദിവസം പോയിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. ഇത്ര ദിവസം ഇത്ര തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചു കൊടുക്കും. അപ്പൊ അതിന് നമ്മൾ മുൻകൂറായിട്ട് ആ തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് നമ്മൾ ഇത് കൊടുക്കണം. MGNREGAന്റെ ഓഫീസിൽ നമ്മൾ കൊടുക്കണം. അത് പ്രകാരമാണ് തൊഴിൽ ദിനങ്ങൾ അനുവദിക്കപ്പെടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോഴത്തെ നമ്മളെ നിലവിലെ വേതനം എത്രയാണെന്ന് അറിയോ? ഇപ്പോഴത്തെ 340. ഇപ്പം കേരളത്തില് 340
69 ഇപ്പൊ ലേറ്റസ്റ്റ് 69. 369. ഓക്കെ. അപ്പോൾ 2005 ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. അതായത് ഗ്രാമപ്രദേശത്തിലെ ജനതയ്ക്ക് ഒരു വരുമാന സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് MGNREGA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമീണ കുടുംബത്തിൽ എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തിൽ കുറയാതെയുള്ള ജോലി ഉറപ്പാക്കുന്നതും, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അറ്റ്ലീസ്റ്റ് 100 days ഓഫ് പെയ്ഡ് വർക്ക് ഈച്ച് ഇയർ. ഓക്കെ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 100 ദിവസം. പിന്നെ ഇതൊരു ഡിമാൻഡ് ഡ്രിവൺ പ്രോജക്റ്റ് ആണ്. അതായത് തൊഴിൽ ആവശ്യമുള്ളവർക്ക്, ഇപ്പൊ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, നമുക്ക് തൊഴിലെടുക്കാൻ നമുക്ക് അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോബ് കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനു വേണ്ടി ജോലി ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേക, ഡിമാൻഡ് ഡ്രിവൺ ആണ് MGNREGA എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വെറുതെ തൊഴിൽ നൽകുക. പറഞ്ഞോളൂ. ഇപ്പം MGNREGA പേര് മാറ്റിയിട്ടില്ലേ? വരുന്നുണ്ട് താഴോട്ട് അത് പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരുമോ എക്സാമിന്? ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നില്ല, എക്സാമിന് മെൻഷൻ ചെയ്യണം. കാരണം ഞാനത് ഇപ്പം ഈ യൂണിറ്റ് എഴുതിയ ആള് ഞാനാണേ. അപ്പൊ ഇത് എഴുതുന്ന സമയത്താണ് ഈ പേര് മാറുന്നത്. അപ്പൊ അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ. അപ്പൊ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോ MGNREGA പ്രത്യേകത പറഞ്ഞു. പിന്നെ അപ്പം വെറുതെ ഒരു തൊഴിൽ നൽകുക എന്നതിലുപരി എന്താണ്, ഗ്രാമങ്ങളിൽ ആവശ്യമായിട്ടുള്ള റോഡുകള്, പിന്നെ അതുപോലെ കിണറുകള്, കുളങ്ങള് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്നതിലൂടെ ഒരു പ്രാദേശിക സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത് എന്തുണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ ഈ MGNREGA വന്ന സമയത്ത് 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അതായത് 100% ഇതിന്റെ ഒരു ഫണ്ടിങ് ആരാണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരാണ്. ഇപ്പൊ കേരളത്തില് MGNREGA തുടങ്ങിയ സമയത്ത് 125 രൂപയായിരുന്നു കേട്ടോ. 125 രൂപയിലാണ് നമ്മുടെ ഡെയിലി വേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അത് 369 രൂപയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു MGNREGA പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയാണ്. തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ. 100 ദിവസത്തെ എംപ്ലോയ്മെന്റ് എല്ലാ വർഷവും ഓരോ ഫിനാൻഷ്യൽ ഇയറിലും 100 ദിവസത്തിൽ കുറയാതെയുള്ള തൊഴിലുറപ്പ് നൽകുന്നുണ്ട്. 2, ഫോക്കസ് ഓൺ റൂറൽ ഡെവലപ്മെന്റ് അല്ലെ, ഗ്രാമവികസനത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. തേർഡ് വൺ ഇൻക്ലൂസീവ് ആൻഡ് ഡിമാൻഡ് ഡ്രിവൺ ആണ്. വളരെ ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിമാൻഡ് ഡ്രിവൺ ആണ്. ആരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അവർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഒരു സുതാര്യതയും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഫണ്ട് മാനേജ്മെന്റ് ആണ്. അപ്പം ഈ ക്യാഷ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ബെനിഫിഷ്യറീസിന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത്. അപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞൊരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പിന്നെ ഈ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണം എന്നാണ് റൂള്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ക്ലിയർ ആകുന്നില്ല. ഹലോ. ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിനാണ്. ഒരു കുടുംബത്തിൽ, അതെ, ഒരു ഹൗസ് ഹോൾഡിൽ. ഇതിന്റെ ഒരു ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? എന്തൊക്കെയാണ് നമുക്കിത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നടത്തുന്നതിന്റെ വെല്ലുവിളികൾ? ഇപ്പോൾ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്, എന്നിരുന്നാലും അതിന്റെ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. 15 ദിവസത്തിനുള്ളിൽ പൈസ വരുന്നില്ല, മാസങ്ങളോളം പിടിക്കും. പിന്നെ ജീവനക്കാരുടെ കുറവ് ഒരു പ്രശ്നമല്ലേ? അതായത് ചിലപ്പം തൊഴിലിടങ്ങളും പ്രശ്നമാണ്. കേട്ടില്ല. തൊഴിൽ സ്ഥലങ്ങളും പ്രശ്നമായിട്ട് വരുന്നുണ്ടല്ലോ. തൊഴിൽ സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതെ. പിന്നെ ഇതിൽ തന്നെയുള്ള അഴിമതികൾ ഉണ്ടാവാറുണ്ട് അല്ലെ, കറപ്ഷൻ. അളവുകളിൽ ഇപ്പൊ ജോലിക്ക് വരാത്തവരുടെ പേരിൽ മസ്റ്റർ റോളൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ജോലിക്ക് വരാത്ത ആൾക്കാരുടെ പേരിൽ വ്യാജ മസ്റ്റർ റോൾ ഉണ്ടാക്കുക, അപ്പോ നിയമവിരുദ്ധമായി. മുമ്പൊക്കെ അത് ചെയ്തിരുന്നു ഫസ്റ്റ്. ഇപ്പൊ അതൊന്നും നടക്കില്ല. ഇപ്പോൾ ആപ്പ് ഫെസിലിറ്റിയിലൂടെ ആപ്പ് ആയതുകൊണ്ട് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലേ. വെരി ഗുഡ്. പിന്നെ അതേപോലെ തന്നെ ഈ സാങ്കേതിക, ഇപ്പൊ ഒരു ടെക്നിക്കൽ സ്റ്റാഫിന്റെ കുറവും ഒരു ചലഞ്ചായിട്ട് പറയപ്പെടുന്നുണ്ട് പല പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്ന പ്രായമായവരുണ്ടാവുന്ന സമയത്ത് അവർക്ക് കൂടുതൽ
ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ ജോബിന്റെ വിഭജനം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? കുറച്ച് ആൾക്കാർ പക്ഷെ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ തൊഴിലുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അതില് ഉം. ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടും എല്ലാവർക്ക് പ്രയാസങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉം. കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരലുണ്ട്. അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഓക്കെ. അതായത് കുറച്ച് ആൾക്കാർക്കല്ലേ പിന്നെ കൂടുതൽ ജോലി ചെയ്യേണ്ടതും ബാക്കിയുള്ളവർക്ക് കുറച്ച് ജോലി ചെയ്യേണ്ടതായിട്ടും വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പം നമ്മുടെ ഈ MGNREG ഡിസംബർ 2025 ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. എന്താണ് പുതിയ പേര്? VBG റാംജി. അതിന്റെ ഫുൾ ഫോം എന്താണ്? VBG റാംജി അറിയോ? വികസിത് ഭാരത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ. ആജീവിക മിഷൻ. അതായത് പുതിയ ഒരു പിന്നെ 100 ദിവസം എന്നുള്ളത് ഇനി ഓരോ വീട്ടിലും 100 ദിനം എന്നുള്ളത് ഇനി എത്ര രൂപയാവുകയാണ്? 125 ദിനങ്ങളാവുകയാണ്. അതാണ് ഫസ്റ്റ് വ്യത്യാസം. അതാണ് 100 എന്നുള്ളത് 125 ഡേയ്സ് ആവുകയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ല നേരത്തെ ഫുള്ളി സെൻട്രലി സ്പോൺസേർഡ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇനി അങ്ങോട്ട് ഫണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും 60-40 ആയിരിക്കും. അതായത് 60% കേന്ദ്രവും 40% സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും. ഓക്കെ. അതാണ് അതൊരു രണ്ടാമത്തെ ഒരു അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഈ അഗ്രികൾച്ചറൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അത് വായിച്ചിരുന്നു ആരെങ്കിലും? BBG റാംജി അതൊരു കാർഷിക ഇടവേള. അതായത് ഈ പീക്കായിട്ടുള്ള കൃഷി സമയങ്ങളുണ്ടല്ലോ, ഇപ്പം കൊയ്ത്ത് അതുപോലുള്ള വേറെയുള്ള ആ ഒരു സമയങ്ങളിൽ ചിലപ്പം പല ആൾക്കാരും ഈ പറയുന്ന തൊഴിലുറപ്പിന് പോകാതെ മറ്റ് പിന്നെ കാർഷിക വൃത്തിക്ക് തന്നെ പോകണം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ തൊഴിലാളികളുടെ ഒരു കുറവ് പരിഹരിക്കുന്നതിനായി 60 ദിവസത്തെ ഒരു അഗ്രികൾച്ചറൽ പോസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 60 ദിവസം നമുക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റില്ല. ബാക്കി അല്ലാത്ത പിന്നെ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ജോലിക്ക് പോകണം. അങ്ങനെ ഒരു പിന്നെ ക്ലോസ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പോസ് PAUSE. അതായത് ആ സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓരോ സംസ്ഥാനത്തെയും സർക്കാരുകളല്ലേ നിശ്ചയിക്കുന്നത്? അതെ. അത് ഓരോ സംസ്ഥാനത്തെയും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഇതായിട്ടില്ല. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചോന്നറിയില്ല. ജൂലൈ 1 മുതൽ നമ്മുടെ പുതിയ VBG റാംജി ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് MGNREGയിലാണ്. പക്ഷേ ജൂലൈ 1 മുതൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ഇതിലേക്ക് നമ്മൾ മാറുകയാണെന്നുള്ളൊരു ന്യൂസ് ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ MGNREGയും BBG റാംജിയും ഒക്കെ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെ? പ്രധാനമന്ത്രി ആവാസ് യോജന. ആവാസ് യോജന എന്ന് പറഞ്ഞാൽ പാർപ്പിടം അല്ലെ? മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു പിന്നെ നെസസിറ്റി എന്താണ്? ഷെൽട്ടർ ആണ് അല്ലേ? നമുക്കൊരു പാർപ്പിടം വേണം. അപ്പോൾ 1985 ഒരു ഇന്ദിര ആവാസ് യോജന എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. 1985 തുടങ്ങിയ ഇന്ദിര ആവാസ് യോജന. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അതിനെ പേര് മാറ്റിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നും പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്ന ഈ പുതിയ പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് മിനിമം ഹൗസിംഗ് യൂണിറ്റ് ഫ്രം 20 സ്ക്വയർ മീറ്റർ ടു 25 സ്ക്വയർ മീറ്റർ. അതായത് 20 ചതുരശ്ര മീറ്ററിൽ നിന്നും 25 ചതുരശ്ര മീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടിന്റെ വലിപ്പം. അതുപോലെ ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നതിൽ ഇപ്പം സമതല പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 1,20,000 രൂപ വരെ. ഓക്കെ. അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ദുർഘടമായ ഹില്ലി റീജിയൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ 1,30,000 വരെയുള്ള സഹായം നൽകുന്നുണ്ട് ഇതുവഴി. പിന്നെ ഇതിന്റെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറീസ് ആർ എൻകറേജ് ടു കൺസ്ട്രക്ട് ക്വാളിറ്റി ഹൗസസ് യൂസിങ് ലോക്കൽ മെറ്റീരിയൽസ് ആൻഡ് ട്രെയിൻഡ് മേസൺസ്. അതായത് നമുക്ക് പ്രാദേശികമായിട്ട് കിട്ടുന്ന നിർമ്മാണ പിന്നെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് അവിടെയുള്ള പിന്നെ വൈദഗ്ധ്യമുള്ള പിന്നെ തൊഴിലാളികളെയൊക്കെ ഉപയോഗിച്ച് ഗുണമേന്മയുള്ള വീടുകൾ നിർമ്മിക്കാനാണ് ഈ ഒരു പദ്ധതി എൻവിഷൻ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡേർഡ് സിമെന്റ് ഓർ കോൺക്രീറ്റ് ഡിസൈൻ beneficiaries can choose from a variety of structurally sound and aesthetically pleasing houses. അതായത് ഒരേപോലെയുള്ള ഇപ്പോൾ സിമെന്റ് കെട്ടിടങ്ങൾക്ക് പകരം പ്രാദേശിക സംസ്കാരത്തിനും അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള ഡിസൈനും അതിനനുസരിച്ചുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങി വീട് നിർമ്മിക്കാനുള്ള ഒരു ചോയ്സ് നമുക്കുണ്ട്.
അപ്പൊ അതാണ് ഈ പദ്ധതിയെ പ്രധാനമന്ത്രി ആവാസ് യോജന. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. എന്താണ് ഗ്രാം സഡക് റോഡ് 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 ഗ്രാമങ്ങളിലെ അത് പിന്നെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതിന് കണക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, PMGSY എന്ന് പറയുന്നത്. 2000 ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. December 25, 2000. ഓക്കെ, ആ ഡേറ്റ് മറക്കണ്ട. December 25, 2000 പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദി സ്കീം എയിംസ് ടു ലിങ്ക് ഈവൻ ദി മോസ്റ്റ് ഡിസ്റ്റൻറ്റ് വില്ലേജസ് വിത്ത് റോഡ്സ്, അല്ലെ, വളരെ ദൂരത്തിൽ കിടക്കുന്ന ഡിസ്റ്റൻസിലുള്ള പിന്നെ ഗ്രാമങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ PMGSY എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നേരത്തെ ഫുള്ളി പിന്നെ സെൻട്രൽ ഫണ്ടഡ് ആയിരുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങിലുള്ളതായിരുന്നു. പക്ഷെ 2015-16 മുതൽ 60-40 റേഷ്യോയിലാണ് പോണത്. 60% കേന്ദ്ര ഗവൺമെന്റ്, 40% സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന. ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? DDUGKY ആ പറഞ്ഞോളൂ, എന്താണ്? ഇത് നമുക്ക് പിന്നെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ ഒരു പ്രോഗ്രാമാണ് ഇത്. ഇത് യൂത്തിലുള്ള യുവജനങ്ങളെ കൊണ്ട് അവരുടെ ഒറ്റ കാര്യം, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന വരുന്നത് ഏത് പ്രോഗ്രാമിന്റെ അണ്ടറിലാണ്? 15 മുതൽ 35 വരെ വയസ്സ് ഉള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതില് പലതരത്തിലുള്ള നൈപുണ്യ പദ്ധതികൾ നൽകുന്നുണ്ട്. ഇത് നൽകിയ ശേഷം അവര് തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയും നൽകുന്നുണ്ട്. നമ്മുടെ പ്ലേസിലെല്ലാം നമുക്ക് ഇപ്പൊ നിലവില് ഇത് പുറമെ നമുക്ക് ജോലി നൽകിയിട്ട് മാന്യമായ ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിച്ച എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ DDUGKയുടെ സ്കിൽസ് ഒക്കെ കഴിഞ്ഞതാണ്, തയ്യലിന്റെ സ്കിൽസ് കഴിഞ്ഞതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തൊക്കെ സ്കിൽസുകളാണ് DDUGK വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിലുള്ള സ്കില്ലുകളാണ്? തയ്യൽ നൽകുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ്, പിന്നെ എല്ലാ മേഖലയിലുള്ള എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. കറക്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. 2014 സെപ്റ്റംബർ 25 ഈ പ്രോഗ്രാം നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് ഏതിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ അണ്ടറിലാണ് ഈ ഒരു പദ്ധതി വരുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കൾക്ക് എന്ത് ചെയ്യുക, നൈപുണ്യ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, പറയാലോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു യുവാക്കളിൽ ഒരു 69% ഗ്രാമങ്ങളിലാണ് ഉള്ളത്. അപ്പൊ അതിൽ 5 കോടിയിലധികം ആൾക്കാർക്ക് ജോലി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവരെ ഈ സ്കിൽ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമാക്കി പിന്നെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന. നെക്സ്റ്റ് വൺ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം. ഇതിനെ കുറിച്ച് അറിയുമോ? നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൽ കൂടെയാണ് ഈ പെൻഷൻ സ്കീമൊക്കെ ഇല്ലേ, പെൻഷൻ സ്കീമൊക്കെ വരുന്നത് ഈ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാമിനകത്താണ്. അപ്പോൾ 1995 ഇത് ലോഞ്ച് ചെയ്യുന്നത്. 1995 NSAP നിലവിൽ വരുന്നത്. വിച്ച് എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ മോസ്റ്റ് വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി, എസ്പെഷ്യലി എൽഡർലി, വിഡോസ് ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. പ്രധാനമായിട്ടും എൽഡർലി, പ്രായമായവർക്കും അതുപോലെ തന്നെ വിധവകൾക്കും പിന്നെ ഭിന്നശേഷിക്കാർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന 5 സ്കീം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം, ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം, പിന്നെ നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അന്നപൂർണ സ്കീം. അപ്പൊ ഇത്രയും സ്കീമുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഓൾഡ് ഏജ് പെൻഷൻ ഒക്കെ എത്രയാണ്? വിഡോ പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷൻ 2000. ബാക്കി പല സ്റ്റേറ്റുകളിലും ഇതിന്റെ പകുതി പോലും കിട്ടാത്ത പല സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ ഈ പെൻഷൻ ഒരു എമൗണ്ട് ഇത്രയധികം അവർ കൂട്ടുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ സ്കീം ആണെങ്കിൽ കൂടി സ്റ്റേറ്റിന് തീരുമാനിക്കാം ഇത്ര എമൗണ്ട്
കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മിഷൻ അന്ത്യോദയ. അപ്പം അന്ത്യോദയ എന്ന് പറയുന്ന പ്രോജക്റ്റ് 2017 നിലവിൽ വരുന്നത്, മിഷൻ അന്ത്യോദയ. അപ്പം ഇതിന്റെ ഒരു പിന്നെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിവിധ ഗ്രാമവികസന പദ്ധതികളെ ഏകോപിക്കുക എന്നുള്ളതാണ്. കൺവേർജൻസ് ആണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇറ്റ്സ് ഗോൾ ഈസ് ടു ക്രിയേറ്റ് എ സിസ്റ്റം ദാറ്റ് ബ്രിങ്സ് ഡിഫറെന്റ് പ്രോഗ്രാംസ് ടുഗദർ ടു എൻഷുർ ഫണ്ട്സ് ആർ എഫിഷ്യൻ്റ്ലി യൂസ്ഡ്. ഓക്കെ, അതായത് പിന്നെ വിവിധ പലതരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ പിന്നെ ഫണ്ടുകളൊന്നും ലാപ്സായി പോവാതെ പിന്നെ അതിനെ കൺവേർജ് ചെയ്ത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് മിഷൻ അന്ത്യോദയ എന്ന് പറയുന്ന മിഷൻ. അപ്പോൾ ഇപ്പൊ 26 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഫണ്ടുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു പ്രോഗ്രാം വിലയിരുത്തുന്നുണ്ട്. 26 സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിൻ്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സൻസദ് ആദർശ് ഗ്രാം യോജന. സൻസദ് ആദർശ് ഗ്രാം യോജന. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഒക്ടോബർ 11, 2014. ഒക്ടോബർ 11, 2014. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതായത് ഓരോ പാർലമെന്റ് അംഗവും ഓരോ MP-യും എന്ത് ചെയ്യണം, ഒരു ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്ത് അതിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റണം. അതാണ് സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഓരോ ഗ്രാമവും സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു മോഡൽ ഗ്രാമമാക്കി അല്ലെങ്കിൽ ആദർശ ഗ്രാമമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ SAGY ഇതും ഒരു 100% കൺവേർജൻസിലൂടെയാണ് നേടിയെടുക്കുക. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ടുകളൊന്നുമില്ല. പക്ഷെ പുതിയ ഫണ്ടുകൾ നൽകുന്നതിന് പകരം എന്താണ്, നിലവിലുള്ള പിന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ ഏകോപിച്ചാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സ്കീം നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും ഗ്രാമങ്ങളുടെ സമഗ്രമായിട്ടുള്ളൊരു വികസനം, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് കൊണ്ടുവരിക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജീവിത നിലവാരം. ഇപ്പൊ എല്ലാ ഇതിലും നമ്മുടെ പിന്നെ എഡ്യൂക്കേഷനിലായാലും ഹെൽത്തിലായാലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലായാലും എല്ലാം മെച്ചപ്പെട്ട ജീവിത നിലവാരം. തേർഡ് വൺ എന്ന് പറയുന്നത് പിന്നെ ഈ ഇനീക്വാലിറ്റീസ് കുറയ്ക്കുക. ഓക്കെ, റെഡ്യൂസ് ഡിസ്പാരിറ്റീസ്, ഇനീക്വാലിറ്റീസ് കുറയ്ക്കുക. അതേപോലെ തന്നെ പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, സൻസദ് ആദർശ് ഗ്രാം യോജന. ഇനി അടുത്തത് ശ്യാമപ്രസാദ് മുഖർജി റർബൻ മിഷൻ. ശ്യാമപ്രസാദ് മുഖർജി റർബൻ. റർബൻ എന്ന് പറഞ്ഞാൽ റൂറലും അർബനും കൂടെ ചേരുന്നതാണ് റർബൻ, RURBAN. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മളപ്പം ഗ്രാമങ്ങളിലെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. നമ്മുടെ പോപ്പുലേഷനിൽ 2/3 ഭാഗവും ഉള്ളത് ഗ്രാമങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ തന്നെ നഗരങ്ങളിലെ സാമ്പത്തികവും അല്ലെങ്കിൽ സാമൂഹികവും അല്ലെങ്കിൽ ഭൗതികവുമായിട്ടൊക്കെയുള്ള സൗകര്യങ്ങൾ, ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ എവിടെ കൊണ്ടുവരിക, ഗ്രാമങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് ശ്യാമപ്രസാദ് മുഖർജി റർബൻ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അർബൻ മിഷൻ അതായത് ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 300 അർബൻ ക്ലസ്റ്ററുകൾ. റർബൻ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റൂറൽ ആണ്, പക്ഷെ എന്നാൽ അർബൻ സ്പേസിലുള്ള അതേപോലുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി യോജന. കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി യോജന. കൃഷി സിഞ്ചായി യോജന അത് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ ഇംപ്രൂവിങ് ചെയ്യാനുള്ള വാട്ടർ എഫിഷ്യൻസി ഒക്കെ കൂട്ടാനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അത് 2015-16 കാലയളവിലാണ് അത് വന്നിട്ടുള്ളത്. ഇതിന്റെ അണ്ടറിൽ പലതരത്തിലുള്ള വാട്ടർ മാനേജ്മെന്റ് ഫെസിലിറ്റി ഒക്കെ നൽകുന്നുണ്ട്. പിന്നെ അതിന് മാത്രമല്ല ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല സബ്സിഡിയിൽ ലോണുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ. ഓക്കെ, അപ്പോൾ 2015-16 കാലയളവിൽ ആരംഭിച്ചതാണ് ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറഞ്ഞാൽ. അതായത് ഓരോ തുള്ളി ജലത്തിലൂടെയും കൂടുതൽ വിളവ് അല്ലെ, മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്. അതാണ് ഇതിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്. അപ്പോൾ കൃഷിയിടത്തിലേക്ക് ജലം എത്തിക്കുക അല്ലെ, അപ്പൊ പിന്നെ കൂടുതൽ ജലം ഇത്രയും പെട്ടെന്ന് എത്തിക്കുക. അതേപോലെ തന്നെ ജലസേചന സൗകര്യമുള്ള കൃഷിഭൂമിയുടെ ആ ഒരു വിസ്തൃതി കൂട്ടുക, ജലത്തിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം അല്ലെ, മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുക.
ഓക്കെ, അതാണ് ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ പ്രത്യേകത. 2015-16 അത് നിലവിൽ വരുന്നത്. ഇതിന്റെ അണ്ടറിൽ വേറെ ഒരു 2 പ്രോഗ്രാമും കൂടെ ഉണ്ട്. ആക്സലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം, AIBP. അതായത് വളരെ വേഗത്തിലുള്ള ഒരു ആനുകൂല്യ പദ്ധതി. നേരത്തെ പറഞ്ഞില്ലേ, സബ്സിഡിയോട് കൂടി കൊടുക്കുന്നത് AIBP. പിന്നെ ഹർ ഖേത്ത് കോ പാനി. ഹർ ഖേത്ത് കോ പാനി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിയിടത്തിലും വെള്ളം എത്തിക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ടും പിന്നെ കൃഷി സിഞ്ചായി യോജനയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതെന്തായിരിക്കും ഫസൽ ബീമ യോജന? ഫസൽ ബീമ യോജന കേട്ടിട്ടുണ്ടോ? ഫസൽ ബീമ യോജന അതായത് വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ഫസൽ ബീമ യോജന എന്ന് പറയുന്നത്. ഫെബ്രുവരി 18, 2016 ഈ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതായത് കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ, ഇപ്പം എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ, ഇപ്പൊ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച, കീടബാധ, എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് വിളകൾ നശിച്ചു പോയാൽ അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് 2016 നിലവിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. എന്തറിയോ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന? അറിയാം, ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഗ്യാസ് കണക്ഷൻ. വീടുകൾക്ക് ഗ്യാസ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഈ മിനിസ്ട്രിയുടെ അണ്ടറിൽ വന്നൊരു സ്കീമാണ്. മെയ് 2016 ഇത് നിലവിൽ വരുന്നത് അല്ലെ. എന്താണ്? ടു പ്രൊവൈഡ് LPG, ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട്, അതായത് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ കൂടി ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഈ ഫയർവുഡ്, പിന്നെ വിറകും അതേപോലെ തന്നെ കൽക്കരി, ചാണകം, ഇതൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കുക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പ്രകൃതിക്കും ഇതൊരു ദോഷമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന എല്ലാ വീടുകളിലും LPG കണക്ഷൻ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അത് കൊണ്ടുവരുന്നത് 2016. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞാൽ 2019 അല്ലെ 2019 ഫെബ്രുവരിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2019 ഫെബ്രുവരിയിൽ. അപ്പോൾ ഇത് ഭൂമിയുള്ള കർഷക കുടുംബങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. അപ്പം എത്ര രൂപയാണ് ഈ ഫാമിലീസിന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഫാമിലീസ് വിൽ റിസീവ് 6,000 rupees പെർ ഇയർ. 6,000 രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അത്. പക്ഷെ ഒരുമിച്ചല്ല കൊടുക്കുന്നത്, വർഷത്തിൽ 3 തവണ 2,000 വെച്ചിട്ട് ഓരോ ഗഡുക്കളിലായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പിന്നെ പൈസ കൃഷി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ, ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ അറിയാലോ, എല്ലാ വീട്ടിലും ടാപ്പ് കണക്ഷൻ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. 2019 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് എയിംസ് ടു എൻഷുവർ ദ സേഫ് ആൻഡ് സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ എവരി റൂറൽ ഹൗസ് ഹോൾഡ് ഇൻ ഇന്ത്യ ബൈ 2024 ത്രൂ ഇൻഡിവിജ്വലൈസ്ഡ് ടാപ്പ് കണക്ഷൻ അല്ലേ. അതായത് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. 2019 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജൽജീവൻ മിഷൻ. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെയും വീട്ടിലൊക്കെ ടാപ്പ് കണക്ഷൻ ഉണ്ടോ? എല്ലായിടത്തൊന്നും ഇല്ല. എല്ലായിടത്തും ഇല്ല. ടാപ്പ് മീൻസ് അവിടെ വന്നിട്ടില്ലേ അതോ എടുക്കാത്തതാണോ? ടാപ്പ് വെച്ചിട്ടുണ്ട്, വെള്ളം ഇല്ല, വെള്ളം ഇതുവരെ എത്തിയില്ല. ടാങ്കി ആവണത്രേലും. വെള്ളം എത്തിയിട്ടില്ല. ഓക്കെ, ഞങ്ങളുടെ ഇവിടൊക്കെ പക്ഷെ വെള്ളം കൃത്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഏത് ജില്ലയിലുള്ള ആൾക്കാരാണ്? കാസർഗോഡ്. കാസർഗോഡ് വെള്ളം കിട്ടുന്നില്ല. ടാപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പക്ഷെ വെള്ളമില്ല. കുടിവെള്ളം നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള കുടിവെള്ളം കൂടി പൊട്ടിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വെള്ളം ഒഴിച്ച് കാറ്റ് മാത്രം വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ. ഒരുപാട് ടിവിയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. സ്വച്ഛ് ഭാരത് മിഷൻ എന്താണ്? സ്വച്ഛ് ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ക്ലീനിങ്, ശുചിത്വ ഭാരതം. പറഞ്ഞോളൂ. മാലിന്യമുക്ത
മാലിന്യമുക്തമല്ലേ? മാലിന്യമുക്ത ഇന്ത്യ. ഇത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2, 2014 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ ക്ലീൻ ഇന്ത്യ മിഷൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിന്റെ കൂടെ ഓപ്പൺ ഡെഫക്കേഷൻ ഫ്രീ വില്ലേജസ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അതായത് തുറസായ സ്ഥലങ്ങളിൽ പോയിരുന്ന് അല്ലെ, തുറസായ സ്ഥലങ്ങളിൽ പോയി മലമൂത്ര വിസർജനം നടത്തുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഓപ്പൺ ഡെഫക്കേഷൻ ഫ്രീ വില്ലേജസ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സ്വച്ഛ് ഭാരത് മിഷൻ പ്രോഗ്രാമിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ടോയ്ലറ്റ് സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ, ടോയ്ലറ്റുകൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഈ സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഖരദ്രാവക മാലിന്യ സംസ്കരണം, ഇതൊക്കെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ അണ്ടറിലാണ് ഈ 2014 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ബഡ് ചെയ്ത് ഇതാണോ? അതായത് നമ്മുടെ അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ തോട്ടവിള, നമ്മുടെ ഉദ്യാന വിളകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഹോർട്ടിക്കൾച്ചർ. ദ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, MIDH. അപ്പോൾ 2014 ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊമോട്ട് ദി ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യസ് ഹോർട്ടിക്കൾച്ചർ സെക്ടർ. ഇന്ത്യയുടെ ഈ തോട്ടവിളകളുടെ ഒരു സമഗ്ര വളർച്ചയ്ക്കായിട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു പിന്നെ സ്കീമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സ്, അല്ലെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഫ്ലവേഴ്സ്, മഷ്റൂംസ്, അരോമാറ്റിക് പ്ലാന്റ്സ്, കോക്കനട്ട്, കാഷ്യൂ, കൊക്കോ, അതുപോലെ തന്നെ മുള, ഇതെല്ലാം ഈ പറയുന്ന ഹോർട്ടിക്കൾച്ചറിനകത്ത് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഈ ഹോർട്ടിക്കൾച്ചർ തോട്ടവിളകളുടെയൊക്കെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു സുരക്ഷ ഉറപ്പാക്കുക, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു MIDH എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഒരു സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2014 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അന്ത്യോദയ അന്ന യോജന. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അന്ത്യോദയ അന്ന യോജന. ഭക്ഷ്യസുരക്ഷ. ഭക്ഷ്യസുരക്ഷ, അതെ. ഏത് കാർഡുള്ള ആൾക്കാർക്കാണ് അന്ത്യോദയ അന്ന യോജന? മഞ്ഞ അല്ലെ, യെല്ലോ കാർഡ്. അപ്പോൾ 2000 അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഈ സ്കീം വരുന്നത്. അതായത് പുവറസ്റ്റ് ഓഫ് ദി പുവർ, അതായത് ദരിദ്രത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഫാമിലീസിനാണ് ഈ ഒരു സ്കീം വഴി പിന്നെ സബ്സിഡിയോട് കൂടുതൽ സബ്സിഡൈസ് ആയിട്ടുള്ള റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ റേഷൻ കടകൾ വഴി കൊടുക്കുന്നത്, അല്ലെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് യെല്ലോ കാർഡ് ഹോൾഡേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഗോതമ്പ് 3 kg, അല്ലെ, കിലോയ്ക്ക് 3 രൂപ നിരക്കിലും, അതേപോലെ റൈസ് 2 kg 2 per kilogram, ഈ ഒരു റേറ്റിലാണ് ഇവർക്ക് പിന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അന്ത്യോദയ അന്ന യോജന. ഇനി നമ്മൾ ഫ്രീ ആണ് ടീച്ചറെ. ഇപ്പൊ ഫ്രീ ആക്കിയോ? ഫുള്ള് ഫ്രീയാ, എല്ലാം ഫ്രീ ആണ്. അപ്പൊ ഈ ഒരു എമൗണ്ടും കൊടുക്കണ്ട, അവർക്ക് എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, ഒട്ടും കൊടുക്കണ്ട, അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ഒരു 16 സ്കീംസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത് പ്രതീക്ഷിക്കാല്ലേ ടീച്ചറെ? ഇത് ഇപ്പം വരുന്നത് ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെന്റ് സ്കീമുകൾ ഏതൊക്കെയാണ്, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാം. പിന്നെ മഹാത്മാഗാന്ധി പിന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അത് ചിലപ്പോൾ SAയ്ക്കും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ അതിനും പിന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. MGNREGA അതിന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ സ്വച്ഛ ഭാരത് മിഷൻ, ഇതുമൊക്കെ എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. എന്താണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ? വേജ് എംപ്ലോയ്മെന്റ് വേതനം, അതെ, വേതന അധിഷ്ഠിത പദ്ധതികൾ ഏതൊക്കെയാണ്? ഈ നേരത്തെ പറഞ്ഞ പ്രോഗ്രാംസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് MGNREGA, അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത്
ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. ഓക്കെ, ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ എന്ന് പറഞ്ഞാൽ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പദ്ധതിയാണ്. അതായത് ഈ നമ്മുടെ കോവിഡ് സമയത്ത് ഒരുപാട് ആൾക്കാർ, ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ തിരിച്ചവരുടെ ഗ്രാമങ്ങളിലോട്ട് പോയില്ലേ. അപ്പോൾ അവരുടെ ആ ഒരു സമയത്ത് അവർ അതിഥി തൊഴിലാളികൾക്കായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് ഈ ഗരീബ് കല്യാൺ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അതായത് ഒരു 2020 ജൂൺ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു 125 ദിവസത്തേക്കുള്ള ഒരു കർമ്മ പദ്ധതിയായിരുന്നു. അപ്പോൾ കോവിഡിന്റെ ആ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് അവിടെ എത്തിയ ആൾക്കാർക്ക്, അവരുടെ നാടുകളിൽ എത്തിയ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അവർക്കൊരു പലതരത്തിലുള്ള ജോലികൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. ഓക്കെ, മനസ്സിലായോ? PMGKRA. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആജീവിക റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. എന്താണത്? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ കുറിച്ചിട്ട്. തൊഴിലാളികളെ മാം ഇപ്പൊ പോവർട്ടി പറഞ്ഞില്ലേ? റിഡക്ഷൻ പ്രോഗ്രാം ആണിത്. എന്താണ്? ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അതെ. ഇതില് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ദരിദ്ര കുടുംബങ്ങളെ സ്വയം തൊഴിലും അതുപോലെ തന്നെ അവരെ കഴിവടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിലവസരങ്ങൾ നൽകിയിട്ട് അവരെ ദീർഘകാലമായിട്ട് സ്ഥിരതയുള്ള ഒരു ജോലിക്ക് ഉറപ്പാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഉപജീവന പദ്ധതികളിൽ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇത്. അതെ, ആജീവിക നാഷണൽ ഇതില് റൂറൽ ലൈവ്ലിഹുഡ് പ്രോഗ്രാം. ഇതിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന പറഞ്ഞാല് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് ശക്തമായിട്ടുള്ള സ്വയം നിർവഹണ ശേഷിയും സാമ്പത്തിക ശേഷിയും എല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തുക. പിന്നെ സേവന മേഖലകളിലേക്കും ബാങ്കിങ് മേഖലകളിലേക്കെല്ലാം ഇവരെ പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പദ്ധതികളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇതില് വികസനം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ പദ്ധതിക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പിന്നെ ഇത് ഈ പറയുന്നത് തന്നെയാണ് ആജീവിക നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? അതായത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായിട്ട് വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് ഈ NRLM എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഗ്രാമീണ കുടുംബങ്ങളെ എന്ത് ചെയ്യാണ്, സ്വയം തൊഴിൽ കണ്ടെത്താനും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിലൂടെയും ഒരു സ്ഥിര വരുമാനം നേടുന്നതിന് അവരെ പ്രാപ്തരാക്കുകയാണ് ഈ ഒരു മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലകളിൽ എന്ന് പറഞ്ഞാൽ കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, മൊബിലൈസിങ് റൂറൽ കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി വിമൻ, അല്ലെ? പ്രത്യേകിച്ച് ഗ്രാമീണ സ്ത്രീകളെ എന്ത് ചെയ്യുക, സ്വയം സഹായ സംഘങ്ങളിലൂടെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ശാക്തീകരിക്കുക. സെക്കൻഡ് വൺ, പിന്നെ പ്രൊമോട്ടിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അല്ലെ? അവർക്ക് ബാങ്കിന്റെ വായ്പകൾ കിട്ടാനും അതേപോലെ തന്നെ മറ്റ് സാമ്പത്തിക സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുക. മൂന്നാമത്തത്, സപ്പോർട്ടിങ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ്, അല്ലെ? സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്ന, ഉപജീവന മാർഗം കിട്ടുന്ന പദ്ധതികൾ പ്രവർത്തനങ്ങളിൽ അവരെ പിന്തുണയ്ക്കണം. പിന്നെ നാലാമത്തത്, അഡ്വാൻസിങ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബൈ ലിങ്കിങ് ഹൗസ് ഹോൾഡ് ടു എൻടൈറ്റിൽമെന്റ് ആൻഡ് വെൽഫെയർ സ്കീം, അല്ലെ? വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുമായിട്ട് എന്ത് ചെയ്യുക, ഇവരെ ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഇവർക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 15 മുതൽ 35 വയസ്സ് വരെയുള്ള പിന്നെ റൂറൽ യൂത്തിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് വൈസ് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് സ്കിൽ ട്രെയിനിങ്, അല്ലെ? നൈപുണ്യ പരിശീലനം. സെക്കൻഡ് വൺ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, അല്ലെ? അവർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അവരെ പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക, പരിശീലനം കഴിഞ്ഞ ആൾക്കാരെ സഹായിക്കുക. തേർഡ് വൺ, പോസ്റ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. ഇനി അവർക്ക് പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള, അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. നാലാമത്തേത്, കരിയർ പ്രോഗ്രഷൻ സപ്പോർട്ട്, അല്ലെ? ആ ഒരു കരിയറിൽ അവരെ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുക. പിന്നെ ഇൻസെന്റീവ്സ് ഫോർ ഹയർ പ്ലേസ്മെന്റ്, അല്ലെ? കൂടുതൽ പേർക്ക് ജോലി ചെയ്യുന്ന ഏജൻസികൾക്കും ഒക്കെ പ്രത്യേക പിന്നെ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, കുറെ അധികം ആൾക്കാരെ കൂടെ ജോലിയിലേക്ക് എത്തിക്കുക. ഇതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, DDU-GKY. ഇനി നെക്സ്റ്റ് വൺ, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അല്ലെ? പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? PMEGP. വലിയൊരു പരിചയമില്ല. PMEGP. ഓക്കെ, അതായത് ഇതൊരു എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീമാണ്. അതായത് നമ്മുടെ ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇല്ലേ, MSME,
ചെറുകിട സംരംഭങ്ങളൊക്കെ ഉള്ള ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഓണ്ടർപ്രണേഴ്സ് ഉണ്ടല്ലോ, ചെറിയ തരത്തിലുള്ള, അതായത് കാർഷികേതര മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുകിട സംരംഭകരുണ്ടാകും. അപ്പോൾ അവരെ സ്വയം തൊഴില് പിന്നെ സ്വയം തൊഴിലിന് പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, PMEGP. Okay, its primary objective is to generate sustainable employment opportunities for traditional artisans as well as unemployed youth in both rural and urban areas. റൂറലും അതുപോലെ തന്നെ അർബൻ ഏരിയാസിലുള്ള പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കരകൗശല പണിക്കാരൊക്കെ ഉണ്ടാവില്ല, ആർട്ടിസൻസ്, അവർക്ക് പിന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇത് കേട്ടിട്ടുണ്ടോ? PMKVY, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. അപ്പൊ 2015 നമ്മുടെ MSD, അതായത് ഫ്ലാഗ്ഷിപ്പ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ലോഞ്ച് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ഈ മിനിസ്ട്രിയുടെ അണ്ടറിൽ 2015 വന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത്. അതായത് ഇതും യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് നൽകി അവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. ബൈ ഫോക്കസിംഗ് ഓൺ ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽസ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് ദി സപ്ലൈ ഓഫ് ട്രെയിൻഡ് മാൻ പവർ. അപ്പോൾ എത്രത്തോളം മാൻ പവറിന് ഡിമാൻഡ് ഉണ്ടോ അത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്ത് അയക്കുക എന്നുള്ളൊരു പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2015 അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓഫറിംഗ് ഷോർട്ട് ടേം ട്രെയിനിങ് കോഴ്സസ്, അപ്പം ഷോർട്ട് ടേം കോഴ്സസ് നടത്തി അതേപോലെ തന്നെ ഇവർക്കുള്ള ഇപ്പം സ്കില്ലിനെയൊക്കെ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ഇവരെ എന്ത് ചെയ്യുക, ഒരു സ്ഥിരം തൊഴിലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദീൻ ദയാൽ അന്ത്യോദയ യോജന അല്ലെങ്കിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇതറിയോ? ദീൻ ദയാൽ അന്ത്യോദയ യോജന. അത് നേരത്തെ പറഞ്ഞാണല്ലോ ടീച്ചറെ, ദാരിദ്ര്യം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതെ, അതാണ്. അത് ഇവിടെ ഒരു സോഷ്യോളജിക്കലി ആയിട്ട് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സ്വയം തൊഴിൽ അത് തന്നെയാണ്. പക്ഷെ സ്ഥിരതകളെ. ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയുന്നത്, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, സ്ത്രീകളെ പലരും കർഷകരായിട്ട് കണക്കാക്കാറില്ല അല്ലെ? അങ്ങനെ വനിതാ കർഷകർ എന്ന് പറയാറുണ്ടോ? അവർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ സഹായം കൊടുക്കാറുണ്ടോ? ഇല്ല. വളരെ കുറവാണ്. അപ്പൊ അവിടെയാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ത്രൂ വിമൻ. ബിക്കോസ് എന്താണ്, നമ്മുടെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ദ പ്രോഗ്രാം റെക്കഗ്നൈസ് ദാറ്റ് വൈൽ വിമൻ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ്ലി ടു ദ റൂറൽ അഗ്രേറിയൻ എക്കോണമി, ദേ ആർ നോട്ട് ഓഫൺ റെക്കഗ്നൈസ്ഡ് ആസ് ഫാർമേഴ്സ്. അല്ലെ, സ്ത്രീകൾ വളരെയധികം ഈ ഒരു മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, പക്ഷെ അവരെ പലപ്പോഴും നമ്മൾ കർഷകർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കാറില്ല. അപ്പൊ ഈ ഒരു ഇനീക്വാലിറ്റി പരിഹരിക്കാനാണ് എന്ത് ശ്രമിക്കുന്നത്, ഈ അന്ത്യോദയ യോജന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, RSETI. അതായത് ഇപ്പം ഓരോ ജില്ലകളിലും ചില സ്പോൺസർ ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. അപ്പൊ ഈ ബാങ്കുകളുടെ നേതൃത്വത്തിൽ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണ് ഈ RSETI എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഓണ്ടർപ്രണോറിയൽ ട്രെയിനിങ് ഫോർ റൂറൽ പോപ്പുലേഷൻ. ഓക്കെ, ഇപ്പൊ ബാങ്കുകളുടെ പിന്തുണയോടെ ഗ്രാമീണ ജനതയ്ക്ക് എന്ത് ചെയ്യുക, സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള ഒരു സംരംഭകത്വ പരിശീലനം, ഇതൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് RSETI. ഇപ്പൊ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് പലപ്പോഴും ബാങ്കുകളായിരിക്കും. ഓക്കെ, ഇനി ഇൻകം ജനറേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, നമ്മൾ വേജ് പറഞ്ഞു, ഇനി ഇൻകം ജനറേഷൻ പ്രോഗ്രാമാണ്. അവരിൽ ഒരു പിന്നെ തൊഴിൽ കണ്ടെത്താനുള്ള പരമ്പര പദ്ധതികളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് PM വിശ്വകർമ്മ സ്കീം. കേട്ടിട്ടുണ്ടോ? പ്രൈം മിനിസ്റ്റേഴ്സ് വിശ്വകർമ്മ സ്കീം. കേട്ടിട്ടുണ്ട്. എന്താണ് അത്? കരകൗശല തൊഴിലാളികൾക്കും ശില്പികൾക്കും ഒക്കെയുള്ള പിന്തുണ നൽകുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് 2023 സെപ്റ്റംബറിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെയല്ല, പൊതുവെ നമുക്കറിയാലോ അതിനെ കുറിച്ച്. എന്താ വെച്ചാല് നമുക്ക് എല്ലാവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിരന്തരമായിട്ട് ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. വിശ്വകർമ്മയൊക്കെ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേണ്ട. അതായത് ഇപ്പൊ തയ്യൽ ചെയ്തവർക്കെല്ലാം ഇതിൽ ഫ്രീ ആയിട്ട് തയ്യൽ മെഷീനും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
അല്ല ഇത് കിട്ടുന്നുണ്ട്. ഓൾറെഡി മുൻപത്തെ സെമസ്റ്ററിൽ ഉണ്ടായിന കുറച്ച് ഭാഗങ്ങള് ആ ഉണ്ടായിരുന്നു, ഇതിലുള്ള പകുതി ഓക്കെ കണ്ടന്റ് ഓക്കെ ഇതിന്റെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതായത് തോന്നുന്നു. ഏതിനകത്താണ് പിന്നെ സബ്ജക്റ്റിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ ഏത് പേപ്പറിലായിരുന്നു? പേപ്പർ ഓർമ്മയില്ല, ഇതെല്ലാം ഞാൻ പറയുമ്പോ എവിടെ കണ്ടോ കേട്ടോ ഓർമ്മ ഒരു വരുന്നുണ്ട്. പരിചയം ഓക്കെ, ആ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ആ. അപ്പോ പക്ഷെ പി കൂടുതൽ എം പറയാൻ പ്രിയങ്കര പറ്റുന്നുള്ളൂ, നമുക്കൊന്നും അത് കിട്ടുന്നില്ല. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറയാം, നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ക്ലാസ് ബോറാവില്ലല്ലോ. ഓക്കെ. അപ്പോൾ PM വിശ്വകർമ്മ സ്കീം ലോഞ്ച് ചെയ്യുന്നത് September 17, 2023 2023 ഇത് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസൻസ് അല്ലേ, പിന്നെ നമ്മുടെ കരകൗശല ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉപജീവനം നടത്തുന്ന പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 18 ട്രേഡിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു 18 എണ്ണമാണ് അവർ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് അല്ലേ, എങ്ങനല്ലേ? 18 അതെ മാഡം, അതെ അതെ. 18. ഓക്കെ. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഒരു ഫോർമൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ഈ PM വിശ്വകർമ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു റെക്കഗ്നിഷൻ കാർഡും അതേ ഒരു സർട്ടിഫിക്കറ്റും ID കാർഡും ഒക്കെ കിട്ടും അല്ലേ? കിട്ടും. ID കാർഡ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്കിൽ അപ്ഗ്രഡേഷൻ, കൂടുതൽ ഈ സ്കില്ലിലേക്ക് പോകുന്ന അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടും. അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടൂൾ കിറ്റ് ഇൻസെന്റീവ്സ് അല്ലെ, നേരത്തെ പറഞ്ഞപ്പോൾ തയ്യൽ മെഷീൻ പോലുള്ള പിന്നെ പുതിയ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക്, അതുപോലെ തന്നെ വായ്പകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. അപ്പോൾ അതാണ് PM വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത്. അടുത്തത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. എന്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ? ഇതും ഈ ഗ്രാമീണ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കലകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറയുന്നത്, KVIC. അപ്പം പിന്നെ ഇത് പിന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSMEന്റെ അണ്ടറിൽ വരുന്നതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇനിഷ്യേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേക്കും കാണില്ലേ ഈ KVICയുടെ കുറേ അധികം സ്റ്റാളുകളൊക്കെ. അവർ കുറേ പിന്നെ നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവെക്കില്ലേ, നമ്മൾ തദ്ദേശീയമായിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റുകളായാലും ഒക്കെ അവർ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. കണ്ടിട്ടുണ്ട്. അത് ഓക്കെ മറ്റേ ഇത് ഓക്കെ. പദ്ധതിയിൽ വരുന്നല്ലേ മാഡം, അത് ആത്മനിർഭർ ഭാരതിന്റെ അത് അതിന്റെ തന്നെ ഇതിൽ വരുന്ന. ഞാൻ അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഖാദി അല്ലെങ്കിൽ ഗ്രാമ വ്യവസായങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുക. അപ്പൊ ഇത് ഈ ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ വോക്കൽ ഫോർ ലോക്കൽ അല്ലെ, നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം. അപ്പൊ വോക്കൽ ഫോർ ലോക്കൽ എന്നീ ദേശീയ ക്യാമ്പയിനുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മാർക്കറ്റിൽ പ്രാധാന്യം പിന്നെ മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് പ്രധാനമന്ത്രി മുദ്രാ യോജന, PMMY. അത് 2015 ലോഞ്ച് ചെയ്തതാണ്. എന്താണ് മുദ്ര? ലോൺ അല്ലേ, സഹായ സഹകരണ ലോണ്. സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അതെ, സംരംഭങ്ങൾ ചെറിയ തുടങ്ങാൻ പലിശ വേണ്ടിയിട്ട് ലോൺ നിരക്കില് കൊടുക്കുന്ന ബാങ്ക് ലോൺ യാതൊരു ബാങ്ക് ഈടും ലോൺ ഇല്ലാതെയാണ് കൊടുക്കുന്ന പദ്ധതി. നൽകുന്നത്. യാതൊരു ഓക്കെ, ഈടും ഇല്ലാതെയാണ് ലോൺ നൽകുന്നത്. ലോൺ നൽകുന്നത് അല്ലേ. അപ്പൊ ഇത് 2015 April 8 ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ഈ ലോണിന്റെ ഇതാണ് മുദ്ര ലോൺ എന്നാണ് പറയുക അല്ലെ. 20 ലക്ഷം വരെ നമുക്ക് ലോണുകൾ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ബാങ്കുകൾ വഴി ഇതിന് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ സ്ഥാപനങ്ങൾ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും? നാഷണലൈസ്ഡ് ബാങ്ക് മുഖേന അപ്ലൈ ചെയ്യാം. റൂറൽ ബാങ്ക് റൂറൽ വഴി ബാങ്കുകൾ പറ്റില്ല. റൂറൽ ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്കുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാൻ പറ്റില്ലേ, മുത്തൂറ്റ്, ഫിൻകോർപ്പ്, ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള പറ്റും. സ്ഥാപനങ്ങൾ വഴി ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാങ്കുകളിൽ പോയി അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒഫീഷ്യൽ പോർട്ടൽ ഉണ്ട് അല്ലേ, ഉദ്യമി മിത്ര എന്ന് പറയുന്ന പോർട്ടലിൽ കയറി നമുക്ക് പിന്നെ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ലോണാണ് ഉള്ളത്. ശിശു, കിഷോർ, തരുൺ, പിന്നെ തരുൺ പ്ലസ് എന്ന് പറയുന്ന 4 തരത്തിലുള്ള വായ്പകളാണുള്ളത്. അതിൽ ശിശു എന്ന് പറഞ്ഞാൽ 50,000 വരെയാണ് നമുക്ക് സഹായം കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറിയിൽ. ഇനി കിഷോർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം വരെയാണ് നമുക്ക് വായ്പ കിട്ടുന്നത്. പിന്നെ തരുൺ ആണെങ്കിലോ 5 to 10 lakh വരെയാണ് തരുൺ. 20 അല്ലേ മാഡം? അല്ല, അത് തരുൺ പ്ലസ് ആണ്. തരുണിലാണ് നമ്മൾ 5 മുതൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾ. തരുൺ പ്ലസിലാണെങ്കിൽ നമ്മൾ നേരത്തെ തരുൺ വായ്പ എടുത്ത് കൃത്യമായിട്ട് തിരിച്ചടച്ചവർക്കാണെങ്കിൽ തരുൺ പ്ലസ് വഴി 20 ലക്ഷം വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ശിശു,
കിഷോർ, തരുൺ, പിന്നെ തരുൺ പ്ലസ്. അതൊന്ന് ഓക്കെ അല്ലേ? കാറ്റഗറി പറയാം മാഡം. ശിശു 50,000, ശിശു 50,000, കിഷോർ പിന്നെ കിഷോർ 50,000, 50,000 മുതൽ 5 ലക്ഷം വരെ. 5 ലക്ഷം 5 വരെ. ലക്ഷം വരെ. 5 ഓക്കെ. ലക്ഷം വരെ. തരുൺ എന്ന് പറയുമ്പോഴത്തേക്കും 5 ലക്ഷം 5 മുതൽ ലക്ഷം 10 ലക്ഷം മുതൽ വരെ. 10 ലക്ഷം വരെ. തരുൺ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നേരത്തെ തരുൺ വായ്പ എടുത്തില്ലേ, 5 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ചവർക്ക് മാത്രമാണ് തരുൺ അവർക്ക് പ്ലസിലൂടെ 20 20 ലക്ഷം വരെ ലക്ഷം, നൽകും അല്ലേ? അവർക്ക് 20 ഓക്കെ. ലക്ഷം വരെ വായ്പ കിട്ടും. ഓക്കെ ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പദ്ധതികളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഇത്രയും പദ്ധതികൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ വഴി നമ്മുടെ ഇന്ത്യയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. ഉണ്ട് എല്ലാവർക്കും മാഡം. പറയാം കേട്ടോ, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയാനുള്ള അവസരമാണ്. പറഞ്ഞോളൂ. ഇതൊക്കെ നിങ്ങളെ എസ് എ എഴുതുമ്പോഴത്തേക്കും നിങ്ങളൊരു കൺക്ലൂഷൻ ആയിട്ടൊക്കെ ഇത് നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതണേ. അതൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ റൂറൽ ട്രാൻസ്ഫോർമേഷൻ, ഈ ഗവൺമെന്റ് സ്കീമിലൂടെ എങ്ങനെയാണ് റൂറൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്കീമുകളെല്ലാം എഴുതുക. എന്നിട്ട് ലാസ്റ്റിൽ കൺക്ലൂഡിംഗ് ആയിട്ട് 1-2 പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത് പോയിന്റ് വൈസ് ആയിട്ട് കുടുംബശ്രീ എന്ന് എഴുതുക. പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വന്നതോട് കൂടിയിട്ട് സമൂഹത്തിലെ സ്ത്രീകളൊക്കെ തന്നെ ഈ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതിന്റെ ഉം, കീഴിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുവാനും അതുപോലെ തന്നെ അവർക്ക് മൈക്രോ എന്റർപ്രണേഴ്സിന്റെ കീഴിൽ അവർക്ക് ലോണുകൾ കൊടുക്കുവാനും തിരിച്ച് ഉം, നമ്മൾ കൃത്യമായിട്ട് അടക്കുന്നതുകൊണ്ട് തന്നെ അയൽക്കൂട്ടം, അതായത് ഈ SHG ഇല്ലേ, ഉം, SHGയുടെ അണ്ടറിൽ നടത്തുന്ന സംരംഭങ്ങൾക്ക് ഈട് നൽകുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായ്പ നൽകുവാൻ വേണ്ടി ഒരു ബാങ്കും യാതൊരുവിധ മാനദണ്ഡങ്ങളും വെക്കുന്നില്ല. അതായത് സ്ത്രീകൾ ഉം. കൃത്യമായിട്ട് അടക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അവർ നൽകിയിട്ടുണ്ട്. അതിന്റെ കീഴിൽ എത്രയോ സംരംഭങ്ങൾ വനിതകൾ ഉയർത്തു വന്നിട്ട് അവര് ജീവിതത്തിലേക്ക് നല്ല ഉന്നതിയിലേക്ക് കടന്നു വന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത്. അതെ. ഓക്കെ, ഇത് തന്നെയാണല്ലേ ഇപ്പം നമ്മുടെ റൂറൽ ഏരിയാസിൽ അല്ലെ. നമുക്കറിയാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെന്നുള്ള ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ല. പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എഫക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ. ചിലടത്ത് ഇപ്പോൾ പിന്നെ വേതനം, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമില്ല, വേതനം കുറവാണ്. ഇപ്പം നമുക്ക് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർ അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാ? അവരുടെ നാട്ടില് വേതനം കുറവായതുകൊണ്ടാണ് അല്ലെ. അവരുടെ നാട്ടിൽ വളരെ കുറച്ച് കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഗൾഫാണ് അല്ലെ. കേരളത്തിലുള്ള ആൾക്കാർ ഗൾഫിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നോർത്തിലുള്ള ആൾക്കാർ കേരളത്തിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ട് കേരളം ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ എന്താണ്, വളരെയധികം നമ്മൾ മുന്നിലാണ്. ഇപ്പൊ ഈ MGNREGA അല്ലെങ്കിൽ ഇതുപോലായാലും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ അല്ലെ, ആ ഒരു സാമ്പത്തിക 6,000 രൂപ വെച്ച് കൊടുക്കുന്ന പ്രോഗ്രാമില്ലേ. അതുപോലെ ജലജീവൻ മിഷൻ, സ്കിൽ എൻഹാൻസ്മെന്റ്, ഇങ്ങനെ പല തരത്തിലുള്ള പദ്ധതികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കേരള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഒരു വിധത്തിൽ ഒരു ഗ്രാമീണ പരിവർത്തനം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കാനുള്ളതാണ് ഇതിന്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്. ഓരോ പ്രോഗ്രാമും നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം ഓരോ വിമർശനങ്ങൾ ഉണ്ടാവില്ല. എന്താണ് ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തായിരിക്കും? ഒരു നടത്തിപ്പിലെ പലതരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവും അല്ലെ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ വരുന്നില്ല. വേതനം നൽകുന്നതിലുള്ളൊരു താമസമുണ്ട്, കറപ്ഷൻ ഉണ്ട് അല്ലെ. ഉള്ള ഫണ്ടിനെ തന്നെ പല രീതിയിൽ ചോർച്ച അല്ലെ, പല രീതിയിലായിട്ട് അവര് ഡൈവേർട്ട് ചെയ്തു പോകുന്നു. പിന്നെ ഗുണനിലവാരം ഇല്ലാത്തപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും എന്താണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇപ്പം പിന്നെ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക അല്ലെ. ഇപ്പം ചില പാലങ്ങളൊക്കെ പണിയുമ്പോഴത്തേക്ക് നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടില്ലേ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തകർന്നു വീഴുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ പെൻഷൻ സ്കീം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിൽ ഇപ്പൊ 200 അല്ലെങ്കിൽ 500 ഒക്കെ പെൻഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ. 200 to 500 കൊടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് 1,600 2,000 രൂപയൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു കേരള ഡെവലപ്മെന്റ് മോഡൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ഡീസെൻട്രലൈസേഷൻ അല്ലെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെ, അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ ബെനിഫിഷ്യറീസിന് ഇതൊക്കെ കിട്ടുന്നുണ്ടോ, അവർക്ക് ഇതെല്ലാം എത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിൽ വളരെയധികം നമ്മുടെ തദ്ദേശ വികസന സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട് അല്ലെ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഈ റൂറൽ ഇപ്പം കേരള എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ കുടുംബശ്രീ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബശ്രീയുടെ കാര്യം നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞില്ല അല്ലെ. അപ്പൊ കുടുംബശ്രീ വന്നതിന് ശേഷം കേരളത്തിൽ വളരെയധികം എസ്പെഷ്യലി സ്ത്രീകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്
വളരെ വലുതാണ് അല്ലെ. ഇവിടെ നിങ്ങളിൽ കുടുംബശ്രീ അംഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരിൽ? ഉണ്ട് മേഡം, ഉണ്ട് ഉണ്ട്. ഓക്കെ, എല്ലാരും കുടുംബശ്രീ തന്നെ, ഏകദേശം ഒന്നല്ല. കുടുംബശ്രീ എല്ലാരും ഇല്ലാത്ത വീടുണ്ടാവില്ല മേഡം. അതെ 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 കുടുംബശ്രീയിലാണ് അല്ലേ. സന്തോഷം സന്തോഷം. എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയൊക്കെ കുടുംബശ്രീ അംഗമാണ്. നമ്മളൊക്കെ ഈ ഡിഗ്രി എന്നുള്ള പഠനം മുമ്പോട്ട് വരാനുള്ള കാരണം കുടുംബശ്രീന്ന് നമുക്ക് സ്കിൽസ് കിട്ടിയിട്ട് അതിന്റെ കീഴിൽ സ്പോൺസേർഡ് ആയിട്ട് കാൻഡിഡേറ്റ്സിന് ഉള്ള ഒരു ഇത് സ്പോൺസർ കിട്ടിയത് കൊണ്ടാണ് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. മുന്നോട്ട് വരുന്നത് അല്ലേ. അപ്പൊ ഈ നമ്മുടെ കുടുംബശ്രീ മിഷന്റെ ആ ഒരു നെറ്റ്വർക്ക് അല്ലെ, ആ ഒരു നെറ്റ്വർക്ക് കാരണം പല കാര്യങ്ങളും അല്ലെ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ. സ്ത്രീകൾ കുറച്ചുകൂടെ ഇപ്പൊ എംപവേർഡ് ആയി, ഒരു വീട്ടിൽ സ്ത്രീകൾ എംപവേർഡ് ആവും എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിലെ എല്ലാവരും എംപവേർഡ് ആയി എന്നാണ് ശരിക്കും ഇപ്പൊ പറയുന്നത്. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് റൂറൽ ഡെവലപ്മെന്റ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെന്ന് ചോദിച്ചാൽ ഈ പിന്നെ പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതിലിപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രോഗ്രാം ഈ MGNREGA സ്വച്ഛ ഭാരത് മിഷൻ ഒക്കെ ചിലപ്പം കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇത് ചോദിക്കാം, ഈ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഞാൻ ആദ്യം പറഞ്ഞില്ല, അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ആദ്യം ഏർലി കമ്മ്യൂണിറ്റീസ്, മറ്റേ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നില്ലേ, അവിടെ മുതൽ പറയണം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതേപോലെ തന്നെ IADP ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം, പിന്നെ IRDP ട്രൈസം, അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി പറയാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതുമായിട്ട് നമുക്കൊരു കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ MGNREGA വഴി എത്ര ദിവസത്തെ തൊഴിലാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്? 100 ദിവസം. 100, 100 ദിവസം. VBG റാംജി ആവുമ്പോഴോ 125. 125. 125. 125. ഓക്കെ. ഇനി PMAGY ഉണ്ടല്ലോ, നമ്മുടെ ആവാസ് യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, നേരത്തെ അതിന് മുന്നേ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അതിന്റെ പഴയ സ്കീം ഏതായിരുന്നു? ഇന്ദിരാഗാന്ധി ആവാസ് യോജന. ഇന്ദിര ആവാസ് യോജന അല്ലെ, IAY. ഈ DDU-GKY ഏത് അംബ്രല്ല സ്കീമിന്റെ അല്ലെങ്കിൽ ഏത് മിഷന്റെ അണ്ടറിലാണ് വരുന്നത്? ദീൻ ദയാൽ ഉപാധ്യായ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. NRL, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ. ഓക്കെ. ഇനി PMGSY ലോഞ്ച് ചെയ്ത വർഷം ഏതാണ്? പ്രധാനമന്ത്രി ഗ്രാം സ്വരാജ് യോജന PMGSY 2000. 2000 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി എൽഡർലി, അതായത് പ്രായമുള്ള ആൾക്കാർക്ക് നമ്മൾ പിന്നെ NSAPയിലൂടെ പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം ഏതാണ്? നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് സ്കീമിൽ നമ്മൾ 5 എണ്ണം പറഞ്ഞില്ലേ, അതിൽ പ്രായമായവർക്ക് പെൻഷൻ കൊടുക്കുന്ന സ്കീം ഏതാണ്? IGNOAPS, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമാണ് കേട്ടോ. ഇനി റർബൻ മിഷൻ നമ്മൾ പറഞ്ഞില്ലേ, റർബൻ, അത് ഏത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ്? റർബൻ, റൂറലും അർബനും കൊളാബറേറ്റ് ചെയ്ത് പറഞ്ഞില്ലേ, അത് ശ്യാമപ്രസാദ് മുഖർജി റർബൻ മിഷൻ ആണ്. ശ്യാമപ്രസാദ് മുഖർജി റർബൻ മിഷൻ, SPMRM. ഓക്കെ. ഇനി PMKSY ഉണ്ടല്ലോ, കൃഷി സിഞ്ചായി യോജന, അതിന് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? കൃഷി സിഞ്ചായി ഇറിഗേഷന്, യോജന, ഗ്രാമപ്രദേശങ്ങളിലെ ഇറിഗേഷൻ. റൂറൽ ഇറിഗേഷൻ ആണ്, ജലസേചനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, റൂറൽ ഇറിഗേഷൻ. ഇനി LPG കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമപ്രദേശങ്ങളിൽ LPG ഉജ്ജ്വൽ യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന PMUY. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാനിലൂടെ എത്ര രൂപയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നത്? PM കിസാൻ എമൗണ്ട് എത്രയാണ്? 2000 3 ഗഡുക്കളിലായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതിപ്പോ ടോട്ടൽ എത്രയാണ്? 6000 രൂപയാണ്. 6000 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ODF പ്രോഗ്രാം, അത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്നൊക്കെയുള്ള ഒരു ODF, അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷൻ, SBGM. ഓക്കെ, സ്വച്ഛ് ഭാരത് മിഷൻ. ഓക്കെ. ഇനി MIDH ഉണ്ടല്ലോ, MIDH എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ചോദിച്ചാൽ പറയാനറിയോ? MIDH മൈക്രോ അല്ല, MIDH നമ്മൾ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ്. MIDH
മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഹോർട്ടിക്കൾച്ചർ. അല്ലെങ്കിൽ MIDH എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്തിനു ഫോക്കസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഹോർട്ടിക്കൾച്ചറിലാണ് ഹോർട്ടിക്കൾച്ചർ. പ്രാധാന്യം കൊടുക്കുക, ഹോർട്ടിക്കൾച്ചർ. പിന്നെ അതേപോലെ തന്നെ പുവറസ്റ്റ് ഓഫ് ദി പുവറിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഏതാണ്? സബ്സിഡൈസ്ഡ് നിരക്കിൽ അവർക്ക് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്ന പദ്ധതി AAY അന്ത്യോജന അന്യോജന അന്ത്യോദയ അന്ന യോജന. ഓക്കെ, അന്യോജന. അന്ന യോജന. ഓക്കെ. അതേപോലെ തന്നെ MGNREGA ഈ അവരുടെ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? ഇലക്ട്രോണിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. EFMS, ഇലക്ട്രോണിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം. ഡയറക്റ്റ് ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ ക്യാഷുകൾ പോകുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ടെക്നോളജിക്കൽ മെക്കാനിസം എന്ന് പറയുന്നതാണ് ഈ ഇലക്ട്രോണിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. ഇനി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വന്ന വർഷം ഏതാണ്? ലോഞ്ച് ചെയ്ത വർഷം? 2000 ഡിസംബർ 25. ഓക്കെ, December 25, 2000 ഗ്രാം സഡക് യോജന നിലവിൽ വരുന്നത്. പിന്നെ ഈ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന പറഞ്ഞില്ല, അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണുള്ളത്? 15 മുതൽ 35 വരെ. 15 to 35 ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ നാഷണൽ നമ്മുടെ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം ഇല്ലേ, പെൻഷൻ പദ്ധതികൾ നിലവിൽ വരുന്ന വർഷം ഏതാ? 1995. ഓക്കെ. നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം നിലവിൽ വരുന്നത് 1995. അതേപോലെ തന്നെ ഈ സൻസദ് ആദർശ് ഗ്രാമം ഉണ്ടല്ലോ, അത് വരുന്ന ഏത് വർഷത്തിലാണ്? സൻസദ് ആദർശ് ഗ്രാം യോജന SAGY 2014 കേട്ടോ, 2014. അവിടെ MLA മാരാണോ MP മാരാണോ ഗ്രാമങ്ങൾ ഏറ്റെടുക്കുന്നത്? MP മാര്. MP മാര്, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. MP മാരാണ് ഈ മോഡൽ വില്ലേജസ് പിന്നെ ഏറ്റെടുക്കുന്നത്. ഓക്കെ. പിന്നെ ഹർ ഖേത്ത് കോ പാനി, അല്ലെങ്കിൽ എല്ലാ കൃഷിയിടങ്ങളിലും വെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി ഏതാണ്? ജലജീവൻ മിഷൻ. PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഓക്കെ. ഫസൽ ബീമ യോജനയുടെ പിന്നെ എയിം എന്താണ്? ഫസൽ ബീമ യോജന PMFBY, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. വിളകൾക്ക് ഇൻഷുറൻസ് പിന്നെ കൊടുക്കുന്ന പദ്ധതിയാണ് PMFBY. ഓക്കെ. ഓക്കെ അല്ലേ? അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ ഒരു സംഭവം പറഞ്ഞില്ലേ, ഗരീബ്, ആ അത് എവിടെ ഇന്ത്യയിൽ അങ്ങനെ അത് കൊടുക്കുന്നതാ? അത് ഇന്ത്യയിലെ നമ്മള് ഗരീബ് കല്യാൺ റോസ്ഗാർ യോജന 2020 ജൂണിലാണ് നിലവിൽ വന്നത്. 2020. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇല്ലായിരുന്നു. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലോട്ടല്ലേ ഇവിടെ നിന്ന് ബാക്കിയുള്ള അവരുടെ പിന്നെ സംസ്ഥാനങ്ങളിലോട്ടല്ലേ അവർ തിരിച്ചു പോയത്. അപ്പം അവിടെയുള്ള അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വില്ലേജസിൽ മാക്സിമം അവർക്ക് പിന്നെ ആ ഒരു ക്രൈസിസ് മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഗരീബ് കല്യാൺ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം പിന്നെ ജൂൺ 2020. ഓക്കെ. പിന്നെ അതേപോലെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഇല്ലേ, അത് വന്ന വർഷം ഏതാണ്? ഉജ്ജ്വല യോജന, ഈ ഗ്യാസ് കണക്ഷൻ LPG കൊടുക്കുന്ന പദ്ധതി 20-ലാണോ തോന്നുന്നു. 2016. 2016. സ്വച്ഛ് ഭാരത് മിഷനോ? അത് ചോദിക്കാം കേട്ടോ എക്സാമിന്. സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നത് 2014 ഒക്ടോബർ 2. ഗാന്ധി ജയന്തി ദിനത്തിലാണ്. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് മിഷൻ നിലവിൽ വരുന്നത്. പിന്നെ അതേപോലെ MGNREGA വർഷം പറഞ്ഞില്ലല്ലോ. തൊഴിലുറപ്പ് പദ്ധതി വന്ന വർഷം ഏതാ? 2005. 2005. അത് പ്രധാനപ്പെട്ടതാണ്, അത് എക്സാമിന് ചോദിക്കാം. 2005 MGNREGA വരുന്നത്. അത് VBG റാംജി ആവുന്നത് December 2025 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? മാഡം, ഈ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആവോ പിന്നീട്? ഇത് ഞാൻ പിന്നെ നമ്മൾ ഈ റെക്കോർഡിങ് യൂട്യൂബിൽ ഇട്ടേക്കാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം, നമ്മുടെ എന്താ ചാനലിൽ പറഞ്ഞാല് അപ്ലോഡ് ചെയ്തേക്കാം.
ഇതിലന്നെ കൊറേ നമ്മൾ ഉള്ളതിന്റെ കാഭാഗം ആൾക്കാർ ക്ലാസ്സിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ വന്നിട്ടില്ല. ഓക്കെ. വെച്ചാല് ഒന്നാമത് മൺഡേ എല്ലാരും വർക്കിട് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയിട്ടാകുമ്പോ ചിലപ്പോ വീട്ടിലെത്തുന്ന അതെ അതെ അതെ. ആ, ഓക്കെ. ഈ നിങ്ങൾ സാധാരണ ഈ ക്ലാസ്സിൽ എത്ര സമയത്തൊക്കെ പേരുണ്ടാവാറുണ്ട്? എന്നാ ഏറിപ്പോയ ഞങ്ങള് 10-30 അത്രേ ഉള്ളൂ. 30 പേര്. ഓ, സ്ഥിരം വരുന്നവർ മാത്രമേ അങ്ങനെ എല്ലായിടത്തും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും സ്ഥിരം വരുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ മാഡം. നിങ്ങളിപ്പോ കൂടുതൽ ആൾക്കാരും കാസർഗോഡുള്ള ആൾക്കാരാണ്? അതെ അതെ. വേറെ പിന്നെ LSE-ലുള്ള ആൾക്കാരുണ്ടോ? കുറവാ. നിന്ന് പേര് കണ്ടേല് കാസർഗോഡ് മാത്രമേ കൂടുതലുള്ളൂ മാഡം. ഉള്ളു ഉള്ളു. ഓക്കെ 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 ഇന്നത്തെ മാഡത്തിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. നന്നായിട്ട് താങ്ക് യു താങ്ക് യു. മനസ്സിലായി. എന്തായാല് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ക്ലാസ് ഇങ്ങനെ ഇന്ററാക്ഷൻ എടുത്തു ഉണ്ട്. പോകുന്നല്ലാതെ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങള് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, ഇന്ററാക്ഷൻ തന്നെയാണ്. താങ്ക് യു. നമുക്കും കാരണം അതാണ് മാഡം ഒന്ന് വേണ്ടത്. പറഞ്ഞ് നമ്മളോട് ഇങ്ങോട്ട് ഒന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കത് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമെന്നുള്ള ഒരു തോന്നലാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറിച്ച് വെക്കും. ഓക്കെ വെച്ചാല് ഇത് ഓക്കെ. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു മടുപ്പാണ്. അതെ അതെ മാഡത്തിന്റെ അതെ. ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ എടുത്തു തരിക. ഓക്കെ ഓക്കെ. ഇനിയും ക്ലാസ്സിന് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഉണ്ടല്ലോ, അടുത്ത പേപ്പറുകൾ ഉണ്ടല്ലോ. മാഡം ഇവിടെ ഇനി കൊല്ലത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്ന പറഞ്ഞ? ഞാനിവിടെ നിങ്ങളുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയിലെ അധ്യാപികയാണ്. നമ്മളവിടെ ആ 5 പേരാണ് ഉള്ളത്. അബ്ദുൾ അപ്പൊ റസാഖ്, ടീച്ചർക്ക് അഹമ്മദ്. നമ്മുടെ ഈ LSE-യിലത്തെ പ്രൊജക്ടിന്റെ ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ? ഗൈഡൻസ് എനിക്കിപ്പോ ഒരു 10 പേരുടെ ഒരു പിന്നെ ഗ്രൂപ്പ് എനിക്കുണ്ട്. 10 പേരാണ് ഇപ്പൊ ആ എനിക്കുള്ളത്. കാരണം നിങ്ങൾക്ക് അവിടെ പിന്നെ കൗൺസിലേഴ്സ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെല്ലാരും കൂടെ നമ്മൾ 5 പേരുമായിട്ട് വീതം വെച്ചെടുത്തു. അപ്പൊ എടുത്തു. എനിക്കൊരു 10 പേരെ കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാം ടീച്ചറെ അപ്പൊ അവിടെ അണ്ടറിലാ നിങ്ങൾക്ക് ഉള്ളത്. കൗൺസിലേഴ്സ് കുറവാണോ? അത് ആ, ഇല്ല ടീച്ചറെ, അശ്വതി അല്ലേ? ഫാക്കൽറ്റി കുറവ്. MA എല്ലാം കുറവ്. PhD ഇല്ല അധ്യാപകർ കുറവാ. അത് മാത്രല്ല സോഷ്യോളജിക്ക് ഓക്കെ. ഉള്ള ടീച്ചർ +2 സോഷ്യോളജി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഡിഗ്രി മാത്രം എടുത്തില്ല, MA കഴിഞ്ഞ് അങ്ങനെയുള്ള അധ്യാപകരാണ് നമുക്ക് ഉള്ളത് കൂടുതൽ. ഫാക്കൽറ്റി ഓക്കെ. നിങ്ങളിപ്പോ കുറവാണ്. വർക്ക് തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങി ഇപ്പൊ. ഓക്കെ. എല്ലാരും എല്ലാരും എന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോണേ. ഇപ്പൊ നമുക്ക് ഈ ChatGPT, ജെമിനി പോലുള്ള AI-ന്റെ സഹായം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ടോപ്പിക് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡെവലപ്പ് അതെന്താ ചെയ്തെടുക്കണമെങ്കിൽ മാഡം, അതിനോട് നമുക്കൊരു നമുക്ക് അതെന്താ മാഡം, പ്രൊജക്ടിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഇല്ല. ഏറെ കുറെ പേർക്കും ഉം, ഇല്ല. കാരണം വെച്ചാല് നമ്മൾ വലിയൊരു ഏജ് കാറ്റഗറി കഴിഞ്ഞിട്ട് ഒരു ഉം. വിദ്യാഭ്യാസം നിന്ന് എത്രയോ വർഷങ്ങളായി, 20 ഇയേഴ്സ് ഒക്കെ ബ്രോക്കൺ ആയ ശേഷം തിരിച്ചു തിരിച്ചു വന്നവരാണ്. വന്നവരാണ്. ഓക്കെ, മനസ്സിലായി. അതായത് നമുക്കൊരു ഡിഗ്രി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ നേടുമെന്നുള്ള ഒരു ഇതിലൂടെ വന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഓരോരോ നേടും, സെം ഉറപ്പല്ലേ? എത്തുമ്പോഴാണ് ഇതിന്റെ മൂർധന്യാവസ്ഥ അറിയുന്നത് ഓരോരോ സെം ഇങ്ങനെ കഴിയുമ്പോഴാണ്. ഇപ്പൊ അവസാനം ഈ പ്രൊജക്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഇല്ല, അത് ശക്തമായിട്ട് നമുക്ക് അറിയുന്നുള്ളൂ. കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഗൈഡ് ലൈൻസ് പക്ഷെ സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഗൈഡ് ഗൈഡ് ലൈൻസ് ലൈൻസ് നമ്മള് സിമ്പിൾ തന്നെ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ പറയാം മേഡം, ഈ പ്രൊജക്ട് എന്ന് പറയുന്ന സംഭവം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ധാരണ പോലും ഇല്ലാത്ത കുട്ടികൾ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അവരിപ്പോഴും ആ ഉണ്ട്. ഒരു ഓ, പ്രശ്നം ഇങ്ങനെ അത് എങ്ങനെ ചോദിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിനെ കിട്ടിയിട്ടാകുമ്പോഴും നമ്മളെ ഇല്ല, ഉള്ള ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ചുള്ള ആൾക്കാർക്ക് ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ കിട്ടി ഗ്രൂപ്പിൽ ഇനി കിട്ടി മുതൽ കിട്ടി. നിങ്ങൾ പക്ഷെ അതിലിപ്പോ നിങ്ങളെ ഒരു ഡൗട്ടുകൾ ചോദിച്ചു പോവുക. ഡൗട്ട് ഉണ്ട്. നമുക്ക് പറഞ്ഞോളൂ. തുടങ്ങണ്ടേ എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ട്. ശരി തന്നെ പ്രിയ പറയുന്നത്. നമുക്കിപ്പോ അതെ, സബ്ജക്റ്റും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ലേ? സബ്ജക്റ്റും ഉം. തെരഞ്ഞെടുത്തു. സബ്ജക്റ്റിൽ ഓക്കെ മാഡം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പിന്നെയും അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ട ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഓക്കെ ഓക്കെ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. മാം അത് ഇതില് നമ്മള് ഒരാളോ ടീച്ചർ മറ്റോ റെഡി ഒന്നോ ആക്കണം രണ്ടോ കേട്ടോ. ആൾക്കാർ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരുപക്ഷെ അവർക്ക് ഉം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ എല്ലാവരും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഉം. കോളേജിൽ ഉം. 10, മനസ്സിലായി 78, മനസ്സിലായി. 80 പേരോളം ശരിക്കും ഉണ്ട്. നമ്മൾ ഒന്നിച്ച് ബാച്ച്, ഞങ്ങൾ ഉണ്ട്. ബാച്ചിൽ 104 പേരുണ്ടായിരുന്നു സോഷ്യോളജിയിൽ. ഉം. അതിങ്ങനെ ഉം. കൊഴിഞ്ഞു പോക്കായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 70 പേരിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ LSE ഓക്കെ. ആ. കാസർഗോഡ്. ആ. അപ്പോൾ ഇതിപ്പോ നമ്മൾ എങ്ങനെയെല്ലാം എത്രയെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ ഈ 5 സെം 5 എന്നുള്ള കടമ്പ കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു പ്രൊജക്ട് എന്ന സംഭവം കഴിഞ്ഞ് ഞങ്ങൾ 6 എന്നുള്ള കടമ്പ കഴിയും. അത് കുഴപ്പമില്ല. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോഴത്തേക്കും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ നമ്മൾ പറയാനുള്ള, മാഡത്തോടും പറയാനുള്ളത്, ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നിങ്ങളെ ഫാക്കൽറ്റിയുടെ പൂർണ്ണമായ പിന്തുണ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ മുന്നോട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ ചെയ്തതെന്നറിയാവോ? നമ്മള് പിന്നെ നമ്മുടെ ഇപ്പൊ PG-കാർക്കൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്ററാക്ഷൻ സെഷൻ
വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എല്ലാ ലേണേഴ്സിനെ ഉൾപ്പെടുത്തി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ. പക്ഷെ ആ സമയത്ത് പക്ഷെ സ്റ്റുഡൻസിന്റെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ ചിലപ്പോഴും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്താണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങൾ കാസർഗോഡത്തെ പ്രശ്നം പറഞ്ഞു, നമുക്ക് പല LSC ഇതേ പ്രശ്നമുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് പ്രശ്നമുണ്ട്, ട്രിവാൻഡ്രത്ത് ഇഷ്യൂ ആണ്, തൃശ്ശൂര് ഞങ്ങൾ ഈ ആളില്ല. പ്രശ്നങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ കോർഡിനേറ്റർക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സജഷൻ കൊടുത്തത്. ഞങ്ങൾക്ക് LSCയിലെ ആരെങ്കിലും അല്ല യൂണിവേഴ്സിൽ ആരെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം, ഒരു ടോപ്പിക് അതായത് ഇമ്പാക്ട് ഓഫ് ടെലിവിഷൻ ആൻഡ് ഡിജിറ്റൽ മീഡിയ ഓൺ ഫാമിലി റിലേഷൻഷിപ്പ്. ഇത് ഒരു ചെയ്യാൻ വെച്ച ഒരു ടോപ്പിക്കാണ്. ഇതൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇത് പറഞ്ഞു, അത് ഒരു ടോപ്പിക് ആയിട്ട് ഇതിനെ എങ്ങനെ മാറ്റാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ ഇപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ഏരിയ നിങ്ങൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഇമ്പാക്ട് ഓഫ് ഈ മീഡിയ പിന്നെ TV ആൻഡ് ടെക്നോളജി പറഞ്ഞു, അത് എവിടെ ആരെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫാമിലി റിലേഷൻഷിപ്പിലാണ്. ഫാമിലി റിലേഷൻഷിപ്പിൽ, അതായത് കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു പിന്നെ ടെലിവിഷൻ മീഡിയ, അതിനകത്ത് ഫോൺ വരുന്നുണ്ടോ അതോ? ഫോണല്ലേ, ടി വി കൂടുതൽ നമ്മളത് പറഞ്ഞ TV തന്നെയാണ്. പിന്നെ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒറ്റ സെക്കൻഡ്, ഫോണുമായി. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ.